ഹായ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിലീറ്റ് എലമെന്റ് ഫ്രം ആൻ അറേ ആണ്. അതായത് നമുക്കൊരു അറേയുടെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയാം കേട്ടോ. ഇതാണ് ഒരു അറേ 1, 2, 3 എന്ന് പറഞ്ഞ എലമെന്റ്സ് ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഈ 2 നമുക്ക് റിമൂവ് ചെയ്യണമെന്നാണ്. പല രീതിയിൽ പറ്റും. നമ്മൾ ഈ എലമെന്റ് കാണുന്നിടത്ത് 0 റിപ്ലേസ് ചെയ്തിട്ട് 0 അല്ലാത്തത് പ്രിന്റ് ചെയ്യാന്ന് പറയും. പക്ഷെ അതൊരു സ്പേസ് കൺവീനിയന്റ് അല്ല. അതുകൊണ്ട് ഇതൊരു മെത്തേഡ്. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 1, 2, 3 എലമെന്റ് ഉണ്ട്. നമ്മൾ ഈ 2 റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2ന്റെ തൊട്ട് മുന്നേ ഉള്ള വാല്യൂ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 വരും. എന്നിട്ട് ഇതങ്ങ് കളയാൻ മീൻസ് ഇതിന്റെ ലിമിറ്റ് ഇപ്പോൾ എത്രയാണ്? 3 ആണ്. ഇതിന്റെ ലിമിറ്റ് 2 ആക്കി കുറയ്ക്കാം. അപ്പോൾ ഇത്രയും എലമെന്റ് മാത്രമായിട്ട് വരും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും പ്രോഗ്രാമിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ എലിമെന്റ്സ് വേണമെന്ന് നോക്കാം. നമ്മൾ എന്തായാലും പ്രോഗ്രാം എഴുതാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇപ്പം ഞാൻ മെയിൻ ഫംഗ്ഷൻ എഴുതാണ്. void main. നമുക്ക് എന്തൊക്കെ വേരിയബിൾ വേണം? നമ്മളിപ്പോൾ ഗസ് ചെയ്ത പോലെ തന്നെ ഒരു അറേ വേണം. ഞാൻ എ എന്ന് കൊടുക്കാണ്. ലിമിറ്റ് ഓഫ് 50. ആ അറേയുടെ ലിമിറ്റ് n എന്ന് കൊടുക്കുന്നു. ഐറ്ററേറ്റ് ചെയ്യാനുള്ള വാല്യൂ i. പിന്നെ സെർച്ച് ചെയ്യേണ്ട എലിമെന്റ് ELE എന്ന് കൊടുത്തു. ഇനി ഒരു വേരിയബിൾ എക്സ്ട്രാ വേണം. അത് ഞാൻ പറയാം. ഞാൻ അതിന് j എന്ന് കൊടുക്കുകയാണ്. ഇതിനെ ഞാൻ എന്തായാലും താഴെ പറയാം കേട്ടോ. അപ്പോൾ അറേ ഇനിഷ്യലൈസ് ചെയ്തു. ലിമിറ്റ് ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേരിയബിൾ വേണം. ഒന്ന് അറേ ഐറ്ററേറ്റ് ചെയ്യാനും പിന്നെ നമ്മൾ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ഇത് സെർച്ച് ചെയ്യേണ്ട വേരിയബിൾ. ഇനി നമുക്ക് അറേ ഗെറ്റ് ചെയ്യാം. അറേ അല്ല, ലിമിറ്റ് ഗെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ എൻ്റർ ദ ലിമിറ്റ് ഓഫ് അറേ. ഓക്കെ, ലിമിറ്റ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്തു. സ്കാൻഎഫ് ഉപയോഗിച്ച് ആ വേരിയബിളിനെ ഗെറ്റ് ചെയ്യാം. ഞാൻ കൊടുത്ത വേരിയബിൾ നെയിം n ആണ്. സ്കാൻഎഫ് ഉപയോഗിച്ച് അതിനെ ഗെറ്റ് ചെയ്തു. ഇനി വേണ്ട എന്താണ്? ലിമിറ്റായി. ഇനി അറേ. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ സ്പീഡിലായിരിക്കും പോകുന്നത്. എൻ്റർ ദ അറേ. ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നോയ്സ് കാണും കേട്ടോ. ഓക്കെ സെമിക്കോളാണ്. ഇനി നമ്മൾ അറേ ഗെറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാവുന്ന പോലെ ലൂപ്പ് ഉപയോഗിച്ച് അറേ ഗെറ്റ് ചെയ്യാണ്. i നേരത്തെ എടുത്തിട്ടുണ്ട്. അഥവാ നമ്മൾ i ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആണെങ്കിലും കൊടുക്കാം. ഞാൻ മേളിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് for i equal to 0, i less than n ലിമിറ്റ് ആണ്, i പ്ലസ് പ്ലസ്. നമ്മൾ സ്കാൻഎഫ് ഉപയോഗിച്ച് അറേയിലെ ഓരോ എലമെന്റിനെയും ഗെറ്റ് ചെയ്യാണ്. i. ഒറ്റ സെന്റൻസേ ഉണ്ടെങ്കിൽ കേളി ബ്രേസസിന്റെ ആവശ്യമില്ല. എങ്കിലും നമ്മൾ സിന്റാക്സ് അനുസരിച്ച് കേളി ബ്രേസസിന് എടുത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി എന്ത് ചെയ്തു? അറേ ഗെറ്റ് ചെയ്തു. ലിമിറ്റ് ഗെറ്റ് ചെയ്തു. അറേ ഗെറ്റ് ചെയ്തു. ഇനിയാണ് ആക്ച്വൽ പ്രോസസ് നടക്കുന്നത്. ഇനി നമ്മൾ ഏതാണോ വേരിയബിൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഗെറ്റ് ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ELE ഇനിഷ്യലൈസ് ചെയ്തത്. കാണാൻ വിചാരിക്കുന്നു. താഴെ നമ്മൾ അതിനെ വിളിക്കുകയാണ്. അതായത് ഇനിഷ്യലൈസ് ചെയ്ത് ഇനി അതിനെ ഗെറ്റ് ചെയ്യാണ്. കാണാൻ തോന്നും. ഓക്കെ, എൻ്റർ എലമെന്റ് ടു ബി ഡിലീറ്റഡ്. എന്ത് മെസ്സേജ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഡിലീറ്റ്.
ഓക്കെ, നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റ് ഗെറ്റ് ചെയ്തു. ഇനി ഞാൻ താഴോട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്ത് എഴുതാണ്. ഞാൻ ബാക്കി ഇവിടെ എഴുതാണേ. ഫോർ I ഈക്വൽ ടു 0, I ലെസ് ദാൻ I പ്ലസ് പ്ലസ്. നമ്മൾ അറയിലോട്ട് ഇറ്ററേറ്റ് ചെയ്യാണ്. ഈ അറയിലോട്ട് കയറി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ എലമെന്റിലും ചെക്ക് ചെയ്യുക നമ്മൾ കൊടുത്ത എലമെന്റ് അതിൽ മാച്ച് ആവുന്നുണ്ടോ. അതിനായിട്ട് ഇഫ് കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് എ ഓഫ് I ഈക്വൽ ടു ELE നമ്മൾ കൊടുത്ത എലമെന്റ് മാച്ച് ആവുന്നുണ്ടോ. ഫസ്റ്റ് കണ്ടീഷൻ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ടായിരുന്നു ജെ. അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ്. അതിനായിട്ട് ഫോർ ജെ ഈക്വൽ ടു I, അതായത് എവിടാണോ ആ എലമെന്റ് മാച്ച് ആവുന്നത് ആ പൊസിഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ദെൻ ജെ ലെസ് ദാൻ n-1 ആൻഡ് ജെ പ്ലസ് പ്ലസ്. n-1 കൊടുത്തത് എന്താന്ന് ഞാൻ പറയാം. നമ്മൾ നേരത്തെ എലമെന്റ് എടുത്ത സമയത്ത് 1 2 3 ആണ് കളയേണ്ടത്. എത്ര തവണ ഷിഫ്റ്റ് ചെയ്തു? അത് എത്ര തവണ ഷിഫ്റ്റ് ചെയ്യണം? അതായത് n വരെ പോകേണ്ട ആവശ്യമില്ല, n-1 വരെ പോയാൽ മതി. നമുക്ക് n കൊടുത്താലും കറക്റ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് അത്. ഞാനിപ്പോൾ ഫസ്റ്റ് പൊസിഷനിലാണ് ഒരു എലമെന്റ്, അതാണ് ഏറ്റവും ലോസ്റ്റ് കോംപ്ലക്സിറ്റി. 1 2 3 ഇതാണ് കളയേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര തവണ ഷിഫ്റ്റ് നടന്നു? 1 2 അല്ലേ? ലിമിറ്റ് എത്രയാണ്? 3. 2 തവണ ഷിഫ്റ്റ് നടന്നുള്ളൂ. മാക്സിമം 2 വരുള്ളൂ. അതിൽ n-1 വരെ ഷിഫ്റ്റ് വരത്തുള്ളൂ. അതിനാണ് ഇവിടെ n-1 കൊടുത്തിരിക്കുന്നത്. n കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ n-1 വരെ പോവുള്ളൂ. n-1. ഇനി നമ്മൾ അറേ എ ഓഫ് ജെ, അതായത് ഇപ്പോൾ 2 കണ്ടെടുത്തില്ലേ, നമ്മൾ അതായത് 1 കണ്ടെടുത്ത് ആ പൊസിഷനിലോട്ട് തൊട്ടപ്പുറത്തുള്ള വാല്യൂ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. സ്വാപ്പ് അല്ല, റീപ്ലേസ്. +1 തൊട്ടടുത്തുള്ള വാല്യൂ നമ്മൾ അങ്ങോട്ട് മാറ്റും. എന്നിട്ട് ഈ ലൂപ്പ് ഇവിടെ തീരും. ഒരു തവണ മാറ്റിയ പോരല്ലോ, എല്ലാ എലമെന്റും മാറ്റിയിട്ട് നമ്മൾ ലിമിറ്റ് ഒന്ന് കുറയ്ക്കും. അത് മാത്രം പോരാ, നമ്മൾ ഇറ്ററേറ്റ് ചെയ്ത I വാല്യൂ ഒന്ന് കുറയ്ക്കും. കാരണം ഒരു എലമെന്റ് മാത്രം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒന്നുകൂടെ പറയാം, ഇവിടെയാണ് ലോജിക്ക് തുടങ്ങുന്നത്. നമ്മൾ എലമെന്റ് ഗെറ്റ് ചെയ്തു. എലമെന്റ് ഗെറ്റ് ചെയ്തിട്ട് ആ എലമെന്റ് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അറയിലെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ വേരിയബിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ, അതായത് ഇപ്പോൾ ഈ ഒരു കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അതായത് 1 2 3 എന്നുള്ളത് ഈ 1 ആണ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടെ 2 ആവും. പിന്നെ 3യെ 2യുടെ സ്ഥാനത്ത് കൊണ്ടുവന്നു, 2 3 ആവും. ഇതങ്ങ് പോകും. അപ്പോൾ ഒറ്റ തവണ അല്ല ഷിഫ്റ്റ് നടക്കുന്നത്, 2 തവണ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ ഒരു വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാറ്റി നമ്മൾ n-നെ കളയും, I-യെ കളയും. കാരണം അത്രയും പോകണ്ടല്ലോ. ഇവിടെ നമ്മൾ ലൂപ്പ് ഇവിടെ n വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് n-ഉം കുറയ്ക്കുന്നു, I-യും കുറയ്ക്കുന്നു. ഇപ്പം നമ്മുടെ A ഓഫ് A എന്ന് പറഞ്ഞ അറയിൽ ഡിലീറ്റ് ചെയ്ത എലമെന്റ് ആയിരിക്കും കാണുന്നത്. ഇനി നമുക്ക് അറേ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ array after delete deletion കൊടുക്കാം. array after deletion for loopൽ I equal to 0, I less than n, കാരണം n ഇപ്പോൾ കറക്റ്റായി, I പ്ലസ് പ്ലസ്. പ്രിന്റ്എഫിനകത്ത് A of I. ഓക്കെ, കാണാമെന്ന് വിശ്വസിക്കുന്നു. വെട്ടത്തിന് ചെറിയ പ്രശ്നം കാണുമായിരിക്കും.
ഓക്കെ, ശരിയായിരുന്നു. ഇതാണ് ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത് ഷിഫ്റ്റിൻ്റെ പാത്തായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഇൻ ദ സെൻസ് ആണെങ്കിലും അല്ലാതെയും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി ഒരു പുതിയ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.